ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അവിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സാലഡ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ സാലഡിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ അവിലിതാ ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വറുത്തെടുത്ത അവിലാണ്. ഒരു കപ്പ് അവിൽ നന്നായി വറുത്തതിന് ശേഷം അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒന്നെങ്കിൽ സോക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായി കഴുകിയെടുത്ത് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ തന്നെ ഇതുപോലെ കഴുകി മാറ്റി വെക്കാം. ഇതൊരു പ്രോബയോട്ടിക് സാലഡാണ്. നമ്മളിതിൽ ഒരുപാട് വെജിറ്റബിൾസും തൈരെല്ലാം കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അരക്കപ്പോളം തൈര് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ചാട്ട് മസാലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കുക കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഇനി വെജിറ്റബിൾസാണ് ചേർക്കുന്നത്. അരക്കപ്പോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുക്കുംബർ ഗ്രേറ്റ് ചെയ്തതും ചേർത്തിട്ടുണ്ട്. പിന്നെ 2.5 ടേബിൾ സ്പൂണോളം സവാളയും ചേർത്തിട്ടുണ്ട്. തക്കാളി ചേർത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ തക്കാളി. പിന്നെ ആപ്പിളാണ് ചേർത്തിട്ടുള്ളത്. ഒരു ചെറുതായി കട്ട് ചെയ്ത ആപ്പിളും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നട്ട്സും റൈസൻസും ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. നട്ട്സൊക്കെ എടുക്കുമ്പോൾ നല്ല ചെറുതാക്കി കട്ട് ചെയ്ത് ഇടാം. ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മളിതാ കുതിർത്ത് വെച്ച അവിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഏതെങ്കിലും ഒരു നേരത്തെ ഫുഡൊന്ന് സ്കിപ്പ് ചെയ്ത് ഈ ഒരു സാലഡ് കഴിച്ചാൽ തന്നെ മതി. വെയിറ്റ് ലോസ് നോക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സാലഡാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് മല്ലിയിലയും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പോമഗ്രാനൈറ്റും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ട് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹനാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയുള്ള ഒരുപാട് സാലഡ് റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്ക്. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.